ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ പാരീസിലാണ് കേട്ടോ. നമുക്ക് വെള്ളിയാഴ്ച വരുന്ന അൺലോഡിങ്. അപ്പം വെള്ളിയാഴ്ച അൺലോഡ് ചെയ്യാൻ പറ്റില്ല, തിങ്കളാഴ്ചയാക്കി അത് മാറ്റി. അതുകൊണ്ട് നമ്മൾ ഡെലിവറി സ്ഥലത്ത് തന്നെ ലോക്കായി. അവിടെ നമ്മളൊരു വലിയ പാലാണ് ഇവർ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി അവർ ആ പാലം തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ. ഈ ഇരുമ്പിൻ്റെ ഒരു വലിയ സ്ട്രക്ചറാണ് കേട്ടോ. അതവർ 2 ക്രെയിൻ ഉപയോഗിച്ചാണ്. ഈ സൈസുള്ള ഒരു ക്രെയിൻ ഇവിടെയുണ്ട്, ഒരു ക്രെയിൻ ഇവിടെയുണ്ട്. ഈ 2 ക്രെയിൻ വെച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്രെയിൻ അല്ല, എന്താ പറയുക, പുള്ളർ. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇത് തിരിഞ്ഞു പോകുന്നത്, നമുക്ക് കാണാം. ജസ്റ്റ് ഇതിൻ്റെ സൈസ് നമ്മൾ വിചാരിക്കുന്ന സൈസല്ല. നമുക്ക് ഫോണിൽ കാണുമ്പോൾ എത്ര രീതിയിൽ എത്ര സൈസായി തോന്നിക്കുന്നത് എനിക്കറിയില്ല. വലിയ സൈസാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ ബ്രിഡ്ജാണ് പാരീസിൽ വരുന്ന, എന്തോ വലിയ ബ്രിഡ്ജ് എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ പണിയാണ്. അപ്പം നമ്മൾ അതിലെണീച്ചിപ്പം കാണുന്നത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ആ റിമോട്ട് കണ്ടോ, ആ ജാക്കറ്റ് ഇട്ട ആളാണ് ഇത് മാറ്റുന്നത്. അവരുടെ കയ്യിലുള്ള റിമോട്ട് വെച്ചാണ് ആ 2 ക്രെയിനും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്രെയിനല്ല, എന്തായാലും പറയുക, വെയിറ്റ് എടുക്കുന്ന സാധനം. 2 ക്രെയിനും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ്. ഇതേപോലത്തെ കുറേ കഷ്ണങ്ങളുണ്ട്. ഇതുവരെ വെച്ച് ഒരുമിച്ച് ജോയിൻ ചെയ്യാട്ടോ ചെയ്യുന്നത്. ഏകദേശം പാരീസിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഏകദേശം ഈഫിൽ ടവർ ഏകദേശം ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ തന്നെ ഉള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. നമ്മൾ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്, അറിയില്ല. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് നമ്മൾ അൺലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് നെട്ടും ബോൾട്ടുമായിട്ട് നമ്മൾ ഓപ്പൺ ഏരിയയിൽ കൂടെ, ഓപ്പൺ ഗ്രൗണ്ടിൽ നമ്മൾ അൺലോഡ് ചെയ്യാൻ വന്നേക്കാണ്. ഇത് അവരുടെ ഓഫീസാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷവറിംഗ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഷവർ കഴിഞ്ഞ് ഇറങ്ങിയതാണ് ജസ്റ്റ്. അപ്പം ഒരു ഓപ്പൺ ഗ്രൗണ്ട് അവർ ജസ്റ്റ് എന്ത് ചെയ്താണ്, അവർ മറച്ച് വെച്ചിട്ടാണ് അവർ പണിയെടുക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതേപോലെ എംപ്ലോയീസും ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം വലിയ സൈസാണ്. നിങ്ങൾ മൂപ്പര് നിൽക്കുന്നത് കണ്ട് അറിയണ്ടോ, ആളെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് മൂപ്പര് കയ്യിലുള്ള റിമോട്ട് വെച്ചാണ് മൂപ്പര് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ 2 പുള്ളേഴ്സും 2 വെയിറ്റ് പുള്ളേഴ്സും ഇവരിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളെ ട്രക്ക് ഇവിടെയായിരുന്നു കിടന്നത്. അപ്പോൾ ഇവർ രാവിലെ വന്ന് പറഞ്ഞു നമുക്കിത് മാറ്റേണ്ട ആവശ്യമുണ്ട്, നിങ്ങളെ ട്രക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, ഇവിടെ 2 സൈഡ് എയർപോർട്ടാണ്. ഒരു വിമാനം അവിടെ പൊന്തുന്നുണ്ട്, ഒരു വിമാനം ഇതേ പൊന്തുന്നു കേട്ടോ. ഒന്ന് അതിലെ പോയിട്ടുണ്ട് ജസ്റ്റ്. അതെ, തിരിയാണത്. തിരിക്കുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കാണാം. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പം പക്ഷേ അവർക്ക് എന്തൊക്കെയോ ടച്ച് ചെയ്യുന്നുണ്ട്. അവർക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറം എന്തൊക്കെയോ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയൊരു ഫോർക്ക് ലിഫ്റ്റ് വന്ന് എല്ലാ തട്ടുന്ന സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ചാണ് അവരങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഇളക്കിയാണത് എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്. ഇതേ അടുത്ത വിമാനം, ഞാൻ ഒന്ന് പോയെന്ന് പറഞ്ഞു, അടുത്ത വിമാനം പൊട്ടുന്നു കേട്ടോ. 2 മിനിറ്റ് കൂടുമ്പോഴൊക്കെയാണ് വിമാനം പൊന്നുന്നത് ഗൈസ്. ഫ്രാൻസ് പാരീസ് തന്നെയാണ്. നമ്മൾ ഈ സൈഡിലും ഉണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിലും വിമാനം പൊന്നുന്നുണ്ട് കേട്ടോ.
അവർ തിരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെ വണ്ടിയിൽ പോവാം. ഇതാണ് കൺസ്ട്രക്ഷൻ സൈറ്റ്. തിരിക്കാൻ സമയമെടുക്കും നമ്മൾ. അപ്പോൾ ഇതാണ് അവരെ കൺസ്ട്രക്ഷൻ സൈറ്റ്. എന്തോ ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. അറീന ഗ്രാൻഡ് പാരീസ്. കാണാൻ പറ്റാറില്ല. അവിടെ എന്തോ വലിയ ഹോട്ടൽ എന്തോ ഉണ്ട് കേട്ടോ. അറീന ഗ്രാൻഡ് പാരീസ്. അറീന ഗ്രാൻഡ് പാരീസ്. ഈ ഒരു സൈസുള്ള സാധനമാണ് ഗൈസ് അവർ റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ട്രക്ക് അത് അവിടെ കിടക്കുന്നുണ്ട്. കാണാൻ പറ്റാറില്ല. നമ്മൾ ട്രക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയായിരുന്നു പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് വലിയെന്തോ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത് കേട്ടോ. അതെ, അടുത്ത വിമാനം അത് പൊന്തുന്നു കേട്ടോ ഗൈസ്. ഒരു വിമാനം അവിടെ ഇറങ്ങുന്നുണ്ട്, ഒരു വിമാനം പൊന്തുന്നത്. ഒരു മിനിറ്റ് നമ്മൾ ഈ വീഡിയോ തന്നെ നമ്മളിപ്പോൾ ഒരു 4 വിമാനം ഷൂട്ട് ചെയ്തതാണ്. അത്രയും വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ വണ്ടി പോവാം. ഷവർ ചെയ്തു നമ്മളുടെ വണ്ടി കയറി ഫുഡും കഴിച്ച് നമുക്ക് ഈഫിൾ ടവർ പോകാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക്. ബസ്സാണെങ്കിൽ നമ്മൾ 4 ബസ്സായിട്ട് മാറി മാറി കയറണം. അതേപോലെ ഡയറക്റ്റ് ട്രെയിൻ രാവിലെ ഉള്ളൂ. നമ്മൾ നോക്കി മെട്രോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ 450 യൂറോ, അതായത് 4.5 യൂറോ, നാട്ടിലൊരു 500 രൂപ, 450 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈഫിൾ ടവർ എത്താം. അപ്പോൾ നമുക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ നോക്കുന്നുണ്ട്, ശ്രമിക്കുക. പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, കാര്യങ്ങളൊക്കെ നടക്കാം. നമ്മളത്തെ പോലെ തന്നെ വന്ന് പെട്ടൊരു ട്രക്ക് ഡ്രൈവറാട്ടോ. ആഫ്രിക്കക്കാരനാണ്. ഇപ്പോൾ ലാത്വിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയെ പോകുള്ളൂ. ഞങ്ങൾ 2 പേരും ഇവിടെ സ്റ്റക്കായി. ഇന്ന് ഓഗസ്റ്റ് 28 കേട്ടോ. ഇതേപോലത്തെ പാലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പീസ്